പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബെന്നി കോട്ടപ്പുറത്തിൻ്റെ ചാനലിൽ നിന്ന് ഒരു വിഷമകരമായ സംഭവം കേൾക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിച്ചു എന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിനെ ശ്ലാഘനീയമായി കാണുകയും ചെയ്യുന്നു. കായംകുളം MLA പ്രതിഭ ഹരി സ്വന്തം മകനെക്കുറിച്ച് പറയുന്ന ചില വിഷമങ്ങൾ എന്ന് വെച്ചാൽ, ഏതോ മാധ്യമത്തിൽ ആ കുട്ടി ചെയ്യാത്തൊരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അത് പ്രത്യേകിച്ച് ഒരു MLAയുടെ മകനെന്ന് പറയുമ്പോൾ ഒരു ഹൈലൈറ്റ് കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടാണ്. ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ധർമ്മബോധമില്ലാത്ത പ്രവർത്തകരോട് കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തൊരു ന്യൂസ് എടുത്ത് കൊടുക്കുമ്പോൾ നൊന്തുപെറ്റൊരമ്മയുടെ മാത്രം വേദനയല്ല, കണ്ണീരോടെ വളർത്തിയ ഒരു അമ്മയ്ക്കും ആ വേദനയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെയൊക്കെ സ്വജീവിതത്തിൽ വരുമ്പം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. പ്രതിഭാഹരിയോടൊപ്പം പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അത് മറ്റൊന്നുമല്ല, അത് കറ്റാനത്തിന് ശേഷം കറ്റാനം കഴിഞ്ഞിട്ട് കോയിക്കൽ എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ അവിടുത്തെ ഒരു ഡാൻസ് സ്കൂളിൻ്റെ വാർഷികത്തിന് അവരായിരുന്നു മുഖ്യ പ്രഭാഷണം. അപ്പോൾ പ്രഭാഷണത്തിൽ വന്ന് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ കാമ്പെന്തെന്ന് നമുക്ക് മനസ്സിലാവും. 98 മുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഒരു വാക്ക് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ ഉള്ളിലെ പൊരുളെന്നും ആ പൊരുൾ ഇത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അന്ന് ഡാൻസ് സ്കൂളിൽ വന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രതിഭാഹരിയെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവരുടെ കുഞ്ഞുങ്ങളും ഇത്രത്തോളം ശ്രേഷ്ഠമായിട്ടായിരിക്കുമല്ലോ വളർന്നു വരുന്നതിനും. അതുകൊണ്ട് ബെന്നി സാറിന് എന്തായാലും അഭിനന്ദനങ്ങൾ. അത് ഒരു കണ്ണുനീരിൻ്റെ ഉപ്പുരസത്തിൻ്റെ വേദനയുള്ള വാക്കാണ് പ്രതിഭാഹരി പറഞ്ഞത്. എൻ്റെ IF India ഗ്രൂപ്പിലെ പ്രതിഭാഹരി ഉണ്ട്. ഞങ്ങളുടെ എല്ലാം മോറൽ സപ്പോർട്ട് കൂടെ ഉണ്ടാവും. സന്തോഷത്തോടെ ഇരിക്കുക.